ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വതി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോയമാണ് അമേരിക്കൻ പോയറ്റായ എമിലി എലിസബത്ത് ഡിക്കിൻസണിൻ്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള പോയം. ഈ വീഡിയോയിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ആ 5 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ആഡ് ചെയ്യുന്നില്ല, ബിക്കോസ് വീഡിയോ ലെങ്തി ആയിരിക്കാം, വീണ്ടും ലെങ്തി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പോയറ്റിനെ പരിചയപ്പെടാം. Emily Elizabeth Dickinson, born 10 December 1830 and died 15 May 1886 at age of 55. She was an American poet, little known during her life. She has since been regarded as one of the most important figure in America. എമിലി എലിസബത്ത് ഡിക്കിൻസൺ ജനിച്ചത് 1830 ഡിസംബർ 10-നാണ്. മരിച്ചത് 1886 മെയ് 15-ന്. 55-ാമത്തെ വയസ്സിൽ മരിച്ചു. എമിലി ഒരു അമേരിക്കൻ പോയറ്റാണ്. ജീവിച്ചിരുന്ന സമയത്ത് അത്ര പ്രസിദ്ധിയൊന്നും ആയിരുന്നില്ല എങ്കിലും മരിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ അമേരിക്ക. ഡിക്കിൻസൺ വാസ് ബോൺ ഇൻ ആംഹേഴ്സ്റ്റ്, Massachusetts, into a prominent family with strong tie to its community. After studying at Amherst Academy for 7 years in her youth, she briefly attended the Mount Holyoke Female Seminary before returning to her family house in Amherst. Evidence suggests that Dickinson lived much of her life in isolation. Considered an eccentric by locals, she developed a penchant for white clothing and was known for her reluctance to greet guests or later in life. To even leave the bedroom, Dickinson never married, and most friendship between her and others depended entirely upon correspondence. While Dickinson was a prolific writer, her only publication during her lifetime were 10 of her nearly 1,800 poems and one letter. The poem published that they were usually edited significantly to fit conventional poetic rule. Her poems were unique for her era. They contained short lines, typically lack title, and often use slang, rhyme, as well as unconventional capitalization and punctuation. Many of her poems deals with theme of death and immortality, to recurring topics in letter to her friends, and also explore aesthetic, society, nature, and spirituality. Although Dickinson acquaintances were most likely aware of her writing, it was not until after her death in 1886 Lavinia Dickinson's younger sister discovered her cache of poems that her work became public. Her first collection of poetry was published in 1890 by personal acquaintance Thomas Wentworth Higginson and Mabel Loomis Todd, though both heavily edited in content. And a complete and mostly unawarded collection of her poetry became available for the first time when scholar Thomas H. Johnson published the poem of Emily Dickinson in 1955. അപ്പോൾ എമിലി ഡിക്കിൻസൺ ഒരു അമേരിക്കൻ പോയറ്റാണ്. സാധാരണ പ്രസിദ്ധരായ കവികളെ പോലെ ജീവിച്ചിരുന്നപ്പോൾ അത്ര വലിയൊരു പ്രസിദ്ധിയൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. മരണശേഷമാണ് എമിലി ഫേമസ് ആയത്, ഞാൻ നേരത്തെ പറഞ്ഞു. ആൻഡ് എമിലിയുടെ ലൈഫിലെ പല കാര്യങ്ങളും ഒരു മിസ്റ്ററിയാണ്. ഇവിടെ പറയുന്നത് എമിലി ലൈഫ് സ്പാനിൻ്റെ ഭൂരിഭാഗവും ഐസൊലേറ്റഡ് ആയിരുന്നു, ബിക്കോസ് കൺസിഡേർഡ് ആസ് ആൻ എക്സെൻട്രിക് ബൈ ലോക്കൽസ്. അവർ എന്താണെന്നോ ആരാണെന്നോ ആർക്കും അങ്ങനെ കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. ഇവരുടെ മരണശേഷം പോയട്രിയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് അവർ ഇത്ര ഫേമസ് ആയത്. ഇന്ന് അമേരിക്കൻ പോയറ്റ്സിൻ്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ ടോപ്പ് പൊസിഷനിൽ തന്നെ എമിലി ഡിക്കിൻസണിൻ്റെ പേര് കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് ക്ലാസിക്കൽ ലിറ്ററേച്ചറും ലാറ്റിനും എമിലി പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എമിലിയുടെ റൈറ്റിംഗ് സ്റ്റൈലെല്ലാം കൺവെൻഷണൽ റൂൾസിനൊക്കെ എതിരായിരുന്നു. അവളുടെ ആ സമയത്ത് പോയംസൊക്കെ യൂണീക്കായിരുന്നു. ഷോർട്ട് ലൈൻസ്, പിന്നെ ടൈറ്റിലില്ല, പിന്നെ അൺകൺവെൻഷനലായ ക്യാപിറ്റലൈസേഷനും പഞ്ച്വേഷനും ഒക്കെ ഉണ്ട്. പിന്നെ എമിലി അവരുടെ ലൈഫിൽ ഏകാന്തവാസമാണ്, അതായത് ഒറ്റയ്ക്കാണ് ജീവിച്ചിരുന്നത്, സ്വന്തം റൂമിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പോയട്രിയുടെ തീം എന്തായാലും ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഒരു ഹാപ്പി ലൈഫിനെ പറ്റിയൊന്നും എഴുതത്തില്ലല്ലോ. തീം ഡെത്ത്, സിക്നെസ്, സോറോ, ഇമ്മോർട്ടാലിറ്റി ഒക്കെ ആയിരുന്നു. മെയിൻലി ഡെത്ത് ആയിരുന്നു. മിക്ക പോയംസിലും ഡെത്ത് തന്നെയാണ്. ഇവരെ ഓണർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാരീസിൽ എമിലിയുടെ നെയിമിൽ ഒരു പബ്ലിക് ഗാർഡൻ ഉണ്ട്. അതുമാത്രമല്ല, എമിലിയുടെ ലൈഫ് ടൈമിൽ 1100 പോയംസ് എഴുതിയിരുന്നു. ഏകദേശം 10 പോയംസ് മാത്രമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എമിലി ഡിക്കിൻസണിനെ പറ്റി ഡീറ്റെയിൽഡ് ആയി തന്നെ നോക്കി നമുക്കിനി നമ്മുടെ പോയത്തിലേക്ക് കടക്കാം. ഈ പോയത്തിൻ്റെ ടൈറ്റിൽ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ എമിലി ഡിക്കിൻസൺ കൊടുത്ത ടൈറ്റിലല്ല. ഇത് പോയത്തിൻ്റെ ഫസ്റ്റ് ലൈനാണ്. ഈ ഫസ്റ്റ് ലൈനാണ് ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്, റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ ജീവിച്ചിരുന്ന സമയത്ത് പബ്ലിഷ് ചെയ്ത ഇതല്ല. എല്ലാം മോസ്റ്റ്ലി ഡിക്കിൻസൻ്റെ പോയം എല്ലാം മരിച്ചതിന് ശേഷം പബ്ലിഷ് ചെയ്തതാണ്. ഈ പോയത്തിന് നമ്പർ സംതിങ് ആയിരുന്നു. ആൻഡ് ഈ പോയവും അതുകൊണ്ടാണ് ടൈറ്റിൽ ഫസ്റ്റ് ലൈൻ കൊടുത്തത്.
എമിലി ഡിക്കിൻസൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് ഈ പോയം പബ്ലിഷ് ചെയ്തത് സമയത്ത്. ആ സമയത്ത് ആ 2 ഫ്രണ്ട്സ് ഇതിന് കൊടുത്ത നെയിം ചാരിയറ്റ് എന്നാണ്. ചാരിയറ്റ് എന്നാണ് ആ സമയത്ത് ഫ്രണ്ട്സ് കൊടുത്ത നെയിം. അതുമാത്രമല്ല 1955 തോമസ് എച്ച് ജോൺസൺ എന്ന റൈറ്റർ അദ്ദേഹത്തിൻ്റെ എഡിറ്റഡ് ബുക്കിൽ ഈ പോയത്തിന് 712 എന്ന നമ്പറാണ് കൊടുത്തിരുന്നത്. ഇനി നമുക്ക് പോയം നോക്കാം. ഈ പോയമാണ് എമിലി ഡിക്കിൻസൻ്റെ ലോങ്ങസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് പോയം. ഇതൊരു ലിറിക്കൽ പോയമാണ് എന്ന് പറയാം. ഇറ്റ് മീൻസ് ലിറിക്കൽ പോയം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് ഈ പോയത്തിൻ്റെ ഫസ്റ്റ് പേഴ്സൺ ആണ് പറയുന്നത്. മീൻസ് ഐ എന്ന കോൺസെപ്റ്റ് വെച്ച് പറയുന്നത്. ആൻഡ് ഈ പോയത്തിൽ ടോട്ടൽ 6 സ്റ്റാൻസാസ് ഉണ്ട്. ഓരോ സ്റ്റാൻസാസിലും 4 ലൈൻ വെച്ചിട്ടാണുള്ളത്. ആൻഡ് ഇതിനെ ലിറ്ററലി എന്താ പറയുന്നത് അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ 2-3 പോയത്തിൽ പറഞ്ഞു. ഈ 4 ലൈനുള്ള സ്റ്റാൻസൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്? ക്വാട്രൈൻ. സോ ടോട്ടൽ 24 ലൈൻസാണുള്ളത്. ഇതിൽ എക്സ്റ്റെൻഡഡ് മെറ്റാഫർ ഉപയോഗിച്ചിട്ടുണ്ട്. മുഴുവനും എക്സ്റ്റെൻഡഡ് മെറ്റാഫർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജേണിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്റ്റെൻഡഡ് മെറ്റാഫർ. ഇത് 1890 പബ്ലിഷ് ചെയ്തത്. ഈ പോയത്തിൻ്റെ മെയിൻ തീം ഡെത്താണ്. ഈ പോയത്തിൽ എമിലി ഡിക്കിൻസൺ സെലക്ട് ചെയ്ത സബ്ജക്റ്റ് എന്തുവാണ്? ഡെത്തും ടൈമും എറ്റേണിറ്റിയും. ഓക്കെ. പിന്നെ ഈ പോയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പോയത്തിൽ പോയറ്റ് ഒരുപാട് ഇൻ്റർപ്രിറ്റേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മേ ബി അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിൻ്റെ പ്രത്യേകതയാകാം, അല്ലെങ്കിൽ അവരുടെ നമ്മൾ നമ്മൾ ഓരോരുത്തരുടെയും റീഡിങ്ങിൻ്റെ പ്രത്യേകതയാകാം. ഒരുപാട് ഇൻ്റർപ്രിറ്റേഷൻ ഇതിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഈ ലിറിക്കൽ പോയത്തിൽ ഡിക്കിൻസൺ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ വിശ്വസിപ്പിക്കാൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഡിക്കിൻസൺ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ വിശ്വസിക്കുന്ന റിലീജിയൻ, അല്ലെങ്കിൽ അതിപ്പോൾ ഹിന്ദു മിത്തോളജി ആയിക്കോട്ടെ, മുസ്ലിം മിത്തോളജി ആയിക്കോട്ടെ, ഏത് റിലീജിയനിലെ മിത്തോളജി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇല്ലേ? ആ കോൺസെപ്റ്റിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. സോ ഈ പോയം വായിച്ചാൽ നമുക്ക് തോന്നും നേരാണ് ഇവർ പറയുന്നതൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് തോന്നും. ബട്ട് ഇവർ ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്, ഡെത്ത് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നൊരു കാര്യമാണ് ഡെത്ത്. അതിനെ ഈ എമിലി ഡിക്കിൻസൺ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഒരു വേ ഉണ്ട്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ബിക്കോസ് നമുക്ക് ഡെത്ത് എന്ന് പറഞ്ഞാൽ പേടിയാണ്. ബട്ട് ഇവിടെ ഇവരൊരു ഫ്രണ്ടിനെ പോലെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് ഡെത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് ആൻസർ നോക്കാം. Because I could not stop for death, he kindly stopped for me. The carriage held but just ourself and immortality. Dickinson immediately lets the reader know that the poem is going to be about death, because immediately assumes the speaker is giving some sort of an explanation to an argument or to a question. This makes the poem seem active and alive. Starting that she could not stop for death means that the speaker didn't have a choice about when she was to die. Dickinson personifies death as a gentleman suitor who drives a horse-drawn carriage. The line ends with a dash that both characters of Dickinson walk and also connect with the next line. ഇപ്പോൾ തുടങ്ങുന്ന വേർഡ് എന്താണ്? ബിക്കോസ് അല്ലേ? ബിക്കോസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം? ഇതൊരു റിപ്ലൈ ആയിരിക്കാം. ആരോ ചോദിച്ച ഏതോ ഒരു ക്വസ്റ്റ്യൻ, വൈ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ, മേ ബി അവിടെ ആരോ ചോദിച്ച ക്വസ്റ്റ്യനുള്ളൊരു റിപ്ലൈ ആയിരിക്കാം, എക്സ്പ്ലനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ആർഗ്യുമെൻ്റ് ആയിരിക്കാം. നമ്മൾ ആർഗ്യുമെൻ്റ് ഇടയ്ക്ക് ബിക്കോസ് എന്ന് പറഞ്ഞ് പറയില്ലേ, അതുപോലെ ആർഗ്യുമെൻ്റ് ആയിരിക്കാം. എന്താണെന്ന് ഇവിടെ ക്ലിയർ അല്ല. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് അറിയില്ല. ബട്ട് ഈ പോയത്തിൻ്റെ പകുതിയിൽ വെച്ച് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് റൈറ്റർ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇത് ഡിക്കിൻസൺ എങ്ങനെയാണ് ഡെത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് വ്യക്തമായി കാണിക്കുന്നു. നമ്മളാരും മരണം എപ്പോഴും എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മരണത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചെന്നും ഇരിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കൊണ്ടുപോകും മരണം അല്ലേ? നമുക്കറിയാം മരണം നമ്മളെ കൊണ്ടുപോകും, നമുക്കറിയാം. ആൻഡ് ഇവിടെ ജനിച്ച ഒരു ദിവസം മരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് ഡിക്കിൻസൺ നമുക്ക് കാട്ടിത്തരുന്നത്. ഇവിടെ പോയറ്റ് പറയുന്നത് മരണം വന്ന് വിളിക്കുമ്പോൾ എത്ര തിരക്കായാലും നമുക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല എന്നാണ്. ഇവിടെ ഡിക്കിൻസൺ ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നു ഒരു ജെൻറ്റിൽമാൻ സ്യൂട്ടറായിട്ട്. ഡി എന്ന ലെറ്റർ, ഡെത്തിൻ്റെ ഡി എന്ന ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുകയാണ് ഇല്ലേ? ആ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നത് വഴിയിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. എൻഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഡാഷ് ഇല്ലേ, അത് നെക്സ്റ്റ് ലൈനുമായിട്ടുള്ള, ഫസ്റ്റ് ലൈനിൻ്റെ നെക്സ്റ്റ് ലൈനുമായിട്ടുള്ള കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. സെക്കൻഡ് ലൈനിൽ എന്താ പറയുന്നത്? ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ, ആൻഡ് ദിസ് ലൈൻ എസ്റ്റാബ്ലിഷസ് ദ ടോൺ ഓഫ് മോസ്റ്റ് ഓഫ് ദ പോയം.
വൺ ഓഫ് കാം അക്സെപ്റ്റൻസ് ഓഫ് ഡെത്ത് കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ. ഇവിടെ മരണത്തെ കാമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു പേഴ്സണെ ഒരു ലെഷർലി റൈഡിന് വേണ്ടി വിളിക്കാൻ വന്നു മരണം. അതുപോലെയാണ് മരണത്തെ ഇവിടെ പറയുന്നത്. ആൻഡ് അടുത്ത ലൈൻ നോക്കിയേ. ദ കാരേജ് ഹെൽപ്പ് ബട്ട് ജസ്റ്റ് അവർ സെൽഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. പേ അറ്റൻഷൻ ടു ദ ലൈൻ ബ്രേക്ക് ഹിയർ. ലൈൻ 3 says it is her and the death in the carriage, but line 4 complicates things by adding immortality. The break after ourself creates suspense until read line 4. Dickinson often capitalize noun and she might capitalize carriage, ourself and immortality. For emphasize, by capitalizing carriage, she make it more specific and more important. By ourself, we can assume she means her and death. The emphasis she places on the word and also strengthen the relationship between speaker and death. It almost like a foreshadowing, so we know something serious is going to happen between them. Immortality is most complicated and interesting word of these 3 lines, and this is the first, third, and we get the speaker doesn't think of death as the end but as the step on the way of eternal life. ഇവിടെ ഈ തേർഡ് ആൻഡ് ഫോർത്ത് ലൈനിൽ ഇവിടെ പോയിറ്റ് ആ രഥത്തിലേക്ക് കയറുവാണ്. പക്ഷേ ഡെത്തും പോയറ്റും മാത്രമല്ല, വേറൊരാൾ കൂടെ ഉണ്ട്. അതാരാണ്? ഇമ്മോർട്ടാലിറ്റി. ഇവിടെ നമുക്ക് അസ്യൂം ചെയ്യാം പോയിട്ട് ആ രഥത്തിൽ കയറി തേരാളിയായിട്ട് ആരുണ്ട്? ഡെത്തുണ്ട്. കൂടെയുള്ളത് ആരാണ്? ഇമ്മോർട്ടാലിറ്റി. അപ്പോൾ ആ ഡെത്തും ഇമ്മോർട്ടാലിറ്റിയുടെ ലോകത്തേക്ക് പോയറ്റിനെ രഥത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ രഥം ഓടിക്കുന്നത് ഡെത്താണ്. ഇമ്മോർട്ടാലിറ്റിയുടെ ലോകത്തിലേക്ക് പോയറ്റിനെ ഡെത്ത് കൊണ്ടുപോവുകയാണ്. ഇവിടെ ക്യാരേജിൽ അവർ സെൽഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി എന്ന വേർഡ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് ചെയ്തിരിക്കുന്നത് വഴി കൂടുതൽ ആ വേർഡ് സ്പെസിഫിക് ആക്കുകയാണ്, ഒപ്പം ഇമ്പോർട്ടൻറ്റും ആക്കുകയാണ്. അതുപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീക്കർ ആൻഡ് ഡെത്ത് കൂടുതൽ സ്ട്രെങ്തനും ചെയ്യുന്നുണ്ട്. ഇതിവിടെ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്റ്റെൻഡഡ് മെറ്റാഫോർ ആണ്. ജേണി എന്ന് പറയുന്ന ഒരു സെൻറ്ററിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോവുക അല്ലേ? ഒരുപക്ഷെ പലതരം യാത്രകളാവാം. ഇഗ്നോറൻസിൽ നിന്ന് നോളജിലേക്കുള്ള യാത്രയാകാം. ഇവിടെ 2 തരം യാത്രയെ പറ്റി പോയിട്ട് പറയുന്നുണ്ട്. ജേണി ഓഫ് ലൈഫ് ആൻഡ് ജേണി ഓഫ് ഡെത്ത്. ഒരു ലൈഫിൽ എന്തൊക്കെ നടക്കാം, അതുപോലെ ഡെത്തിന് ശേഷം എന്തൊക്കെയാണ് ഡിക്കിൻസണിൻ്റെ സംഭവിക്കുന്നത് എന്നീ പോയത്തിലൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ചാരിയറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ഈ ചാരിയറ്റിൻ്റെ ഫസ്റ്റ് സി ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ചാരിയറ്റാണ് പോയറ്റിനെ ലൈഫിൽ നിന്ന് മരണത്തിൽ നിന്ന് എറ്റേണൽ വേർഡിലേക്കും എത്തിക്കുന്നത്. ഈ ലോങ് ജേർണി സാധ്യമാക്കുന്നത് ചാരിയറ്റാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർട്ടാലിറ്റിയുടെ സിമ്പിളാണ് അല്ലേ? ഇവിടെ ഡിക്കിൻസൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയല്ല. ഡെത്ത് എന്ന് പറയുന്നത് പോയിൻ്റ് ടു ഇമ്മോർട്ടാലിറ്റി അല്ലേ? ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, സ്ട്രെസ്സിൽ നിന്നും, ലൈഫിലെ എല്ലാ പ്ലൈറ്റ്ഫുൾ സിറ്റുവേഷനിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന ഒരുതരം പ്രതിഭാസമാണ് ഇവിടെ ഡിക്കിൻസണിനെ സംബന്ധിച്ചിടത്തോളം ഡെത്ത്. ഇത്രയുമാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ആൻഡ് നമുക്കിനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. We slowly drove, he knew no haste, and I had put away my labour and my leisure too, for his civility. They are slowly getting whatever they are going. He knew no haste. The shift from we to he in the same line is important, as we might make it seem as if the speaker has some control over the place. But Dickinson quickly reminds us that he is the one and in control, and the speaker just along for the ride. While we have already established that speaker is not afraid of death, this slow plays and it creates a drawn out of suspense. ഇവിടെ പറയുന്നത് എന്താണ്? ഡെത്ത് ഭയങ്കര സ്ലോ ആണെന്നാണ്. ധൃതിയൊന്നുമില്ലാതെ സാവധാനമാണ് ഡെത്ത് പോകുന്നത്. ഇവിടെ നമുക്ക് ലൈൻ നോക്കിയാൽ മനസ്സിലാകും. വിയിൽ നിന്ന് വിയിൽ നിന്ന് ഹി എന്ന വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആദ്യം നമുക്ക് തോന്നും പോയച്ചിന് കൺട്രോളുണ്ട്, എല്ലാത്തിലും പോയച്ചിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന്, കൺട്രോളുള്ള ഏരിയ ആണെന്ന്. പക്ഷേ പെട്ടെന്ന് പോയച്ച് ഷിഫ്റ്റ് ചെയ്യുവാണ് ഹി എന്ന് പറഞ്ഞിട്ട്. ഹി ഈസ് ദ വൺ ഹൂ കൺട്രോൾ. എമിലി മരണത്തിൻ്റെ കൂടെയാണ് പോകുന്നത്. ആൻഡ് സോ ആ റൈഡിൻ്റെ തേരാളി ആരാണ്? രഥം നയിക്കുന്നത് മരണമാണ്. സോ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മരണമാണ്. സോ ഈ റൈഡ് കൺട്രോൾ ചെയ്യുന്നത് തേരാളി തന്നെയാണ്, മരണം തന്നെയാണ് എന്നെയും കൺട്രോൾ ചെയ്യുന്നത്. ഇൻ ലൈൻ 6 and 7 ഷി ഹാസ് ഗീവൺ അപ്പ് വർക്ക് ആൻഡ് ഫ്രീ ടൈം. ലൈൻ 8 ഷോ ദാറ്റ് ദ സ്പീക്കർ തിങ്സ് ഓഫ് ഡെത്ത് ആസ് എ ജെന്റിൽമാൻ. ഓക്കെ, നമുക്കിനി തേർഡ് സ്റ്റാൻസ് നോക്കാം. വി പാസ് ദ സ്കൂൾ വെയർ ചിൽഡ്രൻ സ്റ്റോപ്പ്
at recess in the ring. We pass the field of gazing grain. We pass the setting sun. And they say children playing in the schoolyard during recess. The poet sees this as the stroll down memory lane, looking back at her own life and things have passed. അവർ ആ പതുക്കെയുള്ള യാത്രയിൽ ഒരു സ്കൂൾ പാസ് ചെയ്തിട്ടുണ്ട്. ആ സ്കൂളിൽ ബ്രേക്ക് ടൈമാണ്. ബ്രേക്ക് ടൈമിൽ എന്താ സാധാരണ കുട്ടികൾ പുറത്ത് വന്ന് കളിക്കുകയൊക്കെ ചെയ്യും ഇല്ലേ. അത് വേണമെങ്കിൽ ഡിക്കിൻസണിൻ്റെ ചൈൽഡ്ഹുഡ് സ്റ്റേജാണെന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇവിടെ ഡിക്കിൻസൺ കാണിക്കുന്ന ഇമേജിൽ കുട്ടികളുടെ ബ്രേക്ക് ടൈമിൽ കളിക്കുന്നതാണ്. കാരണം ഈ ബ്രേക്ക് ടൈമിൽ അവർ ഈ കളിക്കുന്ന സമയത്ത് ഹാപ്പിനെസ്സും ജോയും ഒക്കെയാണ് ഉണ്ടാകുന്നതെങ്കിലും അവിടെ ഒരു ടെൻഷൻ, സ്ട്രെസ്സ് എന്നൊരു സാധനം കൂടെ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ. കാരണം എന്താണ്, ആരായിരിക്കും കൂടുതൽ സ്കോർ ചെയ്യുന്നത്, ഈ ഗെയിമിൽ ആരായിരിക്കും വിൻ ചെയ്യുന്നത്, എനിക്ക് വിൻ ചെയ്യണം എന്നുള്ളൊരു സ്ട്രെസ്സൊക്കെ ആ കുട്ടികളിൽ എന്തായാലും ഉണ്ടാവും. സോ ആ ബ്രേക്ക് ടൈമിൽ ആ കുട്ടികൾ കളിക്കുന്ന അത് പാസ് ചെയ്യുന്നത് വഴി എന്താണ് അവിടെ പാസ് ചെയ്യുന്നത് എമിലി ഡിക്കിൻസൺ. അപ്പോൾ ആ സമയത്തെ സ്ട്രെസ്സാണ് മറികടന്ന് ഡിക്കിൻസൺ ചാരിയോട്ടിൽ കടന്നു പോയത്. ആ സമയത്ത് കുട്ടികളുണ്ടാകുന്ന സ്ട്രെസ്സില്ലേ, ആ സ്ട്രെസ്സ് എമിലി ഡിക്കിൻസൻ്റെ സ്വന്തം ജീവിതത്തിലെ സ്ട്രെസ്സ്, ആ സ്ട്രെസ്സ് മറികടന്ന് ഞാൻ പോയി ചാരിയോട്ടിൽ. അതാണ് ഇവിടെ പറയുന്ന ഐഡിയ. അടുത്തത് വന്നതൊരു ഗ്രീനറി അഥവാ ഫീൽഡാണ്, സൺസെറ്റൊക്കെയാണ്. ദ സൺസെറ്റ് ആൻഡ് ഫീൽഡ് ആർ മോർ ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സീൻ that the previous line yet have symbolic or significance. The field of grain symbolize work, labor, her life's work. The setting sun signifies the end of the day but symbolize the end of life, and not the repeated phrase we pass. It mimics the slow progression of the carriage. You can almost hear the echo of clomping horse hooves in the repeated phrase. പിന്നെ പറയുന്നത് ഫീൽഡ്, വിളഞ്ഞു കിടക്കുന്ന വയൽ കടന്നുപോയി എന്ന് പറയുന്നുണ്ട്. മോസ്റ്റ് ഫെർട്ടൈൽ ടൈം ഓഫ് യങ് ഏജ്, അതായത് യുവത്വത്തിൻ്റെ സമയം, യുവത്വത്തിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ആ തൻ്റെ യുവത്വം കടന്ന് ഡിക്കിൻസൺ ആ ചാരിയോട്ടിൽ പോയി ഇല്ലേ. ഡിക്കിൻസണിൻ്റെ യുവത്വവും കടന്നുപോയി. പിന്നെ വരുന്നത് സൺസെറ്റാണ്, അത് ഓൾഡ് ഏജ് ആണ്. സൺസെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡേയുടെ എൻഡാണ് അല്ലേ. ഡേ അവസാനിക്കുമ്പോൾ സൺസെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്, സിംബലൈസ് ചെയ്തിരിക്കുന്നത് എൻഡ് ഓഫ് ലൈഫാണ്. ഇവിടെ റിങ് എന്ന വേർഡ് പറയുന്നുണ്ടല്ലോ, റിങ് എന്ന ആ പോയത്തിൻ്റെ ഒരു ലൈനിൽ റിങ് എന്ന വേർഡ് പറയുന്നുണ്ട്. ആ സ്കൂളിലെ കുട്ടികളെ പാസ് ചെയ്യുന്ന സമയത്ത് ഇല്ലേ, അത് നമ്മൾ സാധാരണ കളിക്കുന്ന കോമൺ പ്ലേയിൽ റിങ്ങ റോസസ്, അതാണ് ഇവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത്. ഈ കളി കളിക്കുമ്പോൾ എന്താ, ഒരു ദിവസം എപ്പോഴെങ്കിലും നമ്മൾ ആ റിങ്ങിൻ്റെ ഉള്ളിൽ വീഴും. അങ്ങനെ വീഴുന്ന ആ ഒരു ഇമേജ് ഇല്ലേ, വീഴുന്ന ആ ഒരു കാര്യം അതൊരു ഇമേജായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ തോൽക്കും, ഒരു തവണയെങ്കിലും നമ്മളുടെ അടിപതറി നമ്മൾ വീഴും. പക്ഷേ നമ്മൾ അതിൽ നിന്നെല്ലാം ഉയർത്തെണീക്കും. നമ്മൾ ഈ വീഴ്ചയെ മരണമായിട്ടൊന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തവണയെങ്കിലും വീണു, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചു എന്നും പറഞ്ഞ് നമ്മൾ മരിക്കാൻ പോകുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അടിപതറി വീഴും, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ മരിക്കും, ഒരിക്കലെങ്കിലും എന്നെങ്കിലും മരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിക്കാതിരിക്കുന്നില്ല അല്ലേ. ഇവിടെ വീടുമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ കളിക്കാതിരിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ എന്നെങ്കിലും മരിക്കും, മരണം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാണ് എന്നും പറഞ്ഞ് നമ്മൾ ജീവിക്കാതിരിക്കുമോ? ഇല്ല. ഇവിടെ ഡിക്കിൻസൺ കൊണ്ടുവരുന്ന ഐഡിയ ആണ്, ആ ഒരു റിങ്ങ റോസസിൻ്റെ കളി വെച്ചിട്ട് കൊണ്ടുവരുന്ന ഐഡിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. പിന്നെ വി പാസ്ഡ് എന്ന ഫ്രേസ്, ഈ ഫ്രേസിൽ ഡിക്കിൻസൺ ഒരുപാട് തവണ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ടെക്നിക്കാണ് അനഫോറ. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. Or rather he passed us, the dew's dew, quivering and chill, for only Cosimo my corn, my tippet only tell. ഇവിടെ ഫസ്റ്റ് ലൈനിൽ he passed us എന്നല്ലേ, he is the sun quite literally. The sun passes her because it falls below the horizon, but she suggests that is what death is like, the sun, light and warmth, leaving you to the cold darkness that is death. Dickinson uses personification again as she referred to the sun. The long pause between stanzas foreshadows the shift away from the sunny ordinary day into something more grave. പിന്നെ പറയുന്നത് the dews of night is setting in because the sun has gone down. She is now getting cold because she isn't wearing warm enough clothing. Gossamer is a thin wedding dress for the speaker's marriage to death, and her gown is made of very thin and delicate material. Tippet is an old-fashioned shade or shoulder crepe, that this one made of tulle, which is silk-haired and thin like gossamer. The fact that she is underdressed of the journey also reflects that she is underprepared. This stanza echoes the beginning line, that is not her choice. She was not planning the trip with death.
ഇവിടെ എന്താ, ഇവളവിടെ ഒരു നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മഞ്ഞുള്ളൊരു രാത്രിയാണല്ലോ, അപ്പോൾ അവളുടെ ഡ്രസ്സ് വളരെ തിന്നാണ്. സോ അവൾ ഈ തണുപ്പത്ത് തണുത്ത് വിറച്ച് ഒരു നവവധുവിനെ പോലെ ഡെത്തിനെ മാരി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ആൻഡ് ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്, ഇവിടെ ഈ സൺ പാസ് ചെയ്തു എന്ന് പറയുന്നത് എന്താ, സൺ അതിൻ്റെ ഹൊറിസോണിൽ പോയി ഒളിച്ചു എന്ന് പറയുന്നത് എന്താ, വാട്ട് ഈസ് ഡെത്ത് ഈസ് ലൈക്ക്. അതേപോലെ തന്നെ ഡെത്തിനെ പോലെ തന്നെയാണ് പറയുന്നത്. സൂര്യനും ലൈറ്റും വാന്തം എല്ലാം ഉപേക്ഷിച്ച് ഒരു കോൾഡായിട്ടുള്ള ഡാർക്ക്നെസ്, അത് ഡെത്താണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. അവൾ ഡെത്തിനെ മാരി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പോലെ ഓൾഡ് ഫാഷൻ ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഓൾഡ് ഫാഷൻ ഡ്രസ്സൊക്കെ. അപ്പോൾ ഈ സ്റ്റാൻസയിൽ അത് ലാസ്റ്റ് പറയുന്നുണ്ട്, ദിസ് ഈസ് നോട്ട് ഹെർ ചോയ്സ് ആൻഡ് ഷി വാസ് നോട്ട് പ്ലാനിങ് ദ ട്രിപ്പ് വിത്ത് ദ ഡെത്ത് എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സ്റ്റാൻസയിൽ അവൾ പറയുന്നത് എന്താണ്, അവൾ ഡെത്തുമായിട്ടുള്ളൊരു ട്രിപ്പ് അവൾ പ്ലാൻ ചെയ്തതല്ല എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആൻസർ നോക്കാം. വി പോസ് ബിഫോർ എ ഹൗസ് ദാറ്റ് സീംസ് എ സ്വെല്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട്, ദ റൂഫ് വാസ് ക്ലിയർലി വിസിബിൾ ആൻഡ് ദ കോമിക് ഇൻ ദ ഗ്രൗണ്ട്. Here the speaker is going to die. Death just led her to her burial spot. We pause, make the second stop in the poem. The first instant was beginning of the journey when death stops to pick up the speaker. So the second stop could end their life. Using the word house indicate the place of burial. അങ്ങനെ അതുപോലെ തന്നെ ലാസ്റ്റ് ഇപ്പോൾ ഡിക്കിൻസൺ ഡെസ്റ്റിനേഷനിലെത്തി. എവിടെയാണ് ഡെസ്റ്റിനേഷൻ? ഹൗസ് എന്ന വേർഡാണ് ഡിക്കിൻസൺ ഡെസ്റ്റിനേഷൻ കാണിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കെപ്പോഴും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ സേഫ് ആൻഡ് സെക്യൂർഡ് ആയ പ്ലേസ് ഏതാണ്? ഹൗസാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം വീട്ടിലെത്താനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പിന്നെ സ്വെല്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ മുഴച്ചു നിൽക്കുന്ന പോലത്തെ സ്ഥലം. അതൊന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. ഗ്രേവില്ലേ, ക്രിസ്ത്യൻ ഗ്രേവ് ഒന്ന് ആലോചിച്ച്, ഇങ്ങനെ മുഴച്ചല്ല നിൽക്കുന്നത്. ആ ബോഡി കുഴിച്ചിടുന്ന സ്ഥലം മുഴച്ചിരിക്കും, ബാക്കി പ്ലെയിൻ. അങ്ങനെ മുഴച്ചിരിക്കുന്ന സ്ഥലം, അത് ഗ്രേവ് യാർഡാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എല്ലാം സ്ട്രോങ് ബിബ്ലിക്കൽ റെഫറൻസും ഒരു സ്ട്രോങ് ആയ ക്രിസ്ത്യൻ ബിലീഫ് സ്ട്രക്ചറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡ്രസ്സിൻ്റെ സ്റ്റൈലൊക്കെ ഇല്ലേ, അത് കല്യാണം കഴിക്കാൻ റെഡിയായിട്ടൊക്കെയാണ് പോകുന്നതെന്നുള്ള രീതിയിൽ വെഡ്ഡിങ് അവിടെ ഒക്കെ ഇട്ടാണ് ഡിക്കിൻസൺ ആയ രഥത്തിൽ കയറി. അങ്ങനെ പിന്നീടുള്ളത് അങ്ങോട്ട് ഒരു ക്രിസ്ത്യൻ ബിലീഫിൻ്റെ ഭാഗമാണത്. മരണത്തിന് ശേഷം എന്തോ കല്യാണം കഴിക്കും, സ്വർഗത്തിൽ ഇണയെ കിട്ടുമെന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ഗ്രേവ് യാർഡിൽ എത്തിയിട്ടും പോയറ്റ് ഈസ് നോട്ട് സ്കെയർഡ്. ആ ഗ്രേവ് യാർഡിൽ ആ ഒരു സെമിത്തേരി പോലുള്ള സ്ഥലത്ത് എത്തിയിട്ടും പോയറ്റ് ഈസ് നോട്ട് സ്കെയർഡ്. രഥത്തിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പിൽ പോയറ്റിനെ രഥത്തിൽ കയറ്റാനായിരുന്നു ആ രഥം സ്റ്റോപ്പ് ചെയ്തത്. അതായത് ആ രഥത്തിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് പോയറ്റിനെ ആ രഥത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ലാസ്റ്റ് സ്റ്റോപ്പ് ഏതാണ്? ഡെസ്റ്റിനേഷൻ. ഇത് രഥം ഭയങ്കര സ്ലോയിലാണ് പോകുന്നതെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ആ സ്കൂളിൻ്റെ അവിടെയെങ്കിലും നിർത്തിയിട്ടില്ല. രഥം ആദ്യം നിർത്തുന്നത് പോയറ്റിനെ കയറ്റാനും അവസാനം നിർത്തുന്നത് ആ ഗ്രേവ് യാർഡിലുമാണ്. ഇവിടെ ഡിക്കിൻസണിനെ രഥത്തിൽ നിന്ന് ഡെത്ത് താഴത്തേക്ക് ഇറക്കി. ഡെത്ത് ആ രഥം കൊണ്ടുപോയി. ഇവിടെ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് പോയറ്റിക് ഡിവൈസാണ് യൂഫോമിസം. ഒരു ഹാർഷ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം, അതിൻ്റെ സീരിയസ്നെസ് ഒക്കെ കുറച്ച് ചെറുതാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസാണ് യൂഫോമിസം. ഇനി ലാസ്റ്റ് ആൻസർ നോക്കാം. സിൻസ് ദെൻ ദി സെഞ്ചുറീസ് ആൻഡ് യെറ്റ് ഫീൽ ഷോർട്ടർ ദാൻ ദ ഡേ ഫസ്റ്റ് സമ്മറൈസ് ദ ഹോഴ്സ് ഹെഡ് വേർ ടച്ച് എറ്റേണിറ്റി. The poem seems to be telling a recent memory, but lines all actually happened a really long time ago. Thus the speaker has been dead the whole time. And feel shorter than the day means feels like just happened yesterday. So this memory remains vivid for the speaker. And finally, lines recall the very first time the speaker encountered the horse-drawn carriage and had a feeling that there were more than just regular horse. And this signifies her journey to the afterlife. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ, കഴിഞ്ഞ് ഇങ്ങനെ പാസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്കൂളും ഫീൽഡും ഒക്കെ കടന്ന് ഇങ്ങനെ പാസ് ചെയ്ത് ആ ഗ്രേവിൽ എത്തി ഡിക്കിൻസണിനെ ഇത് ഇപ്പോൾ ഇറക്കി വിട്ടതേ ഉള്ളൂ എന്ന് നമ്മൾ തോന്നും, ഇല്ലേ? പക്ഷേ ഇത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടന്നൊരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ അത് ഇന്നലെ നടന്ന പോലെയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് കഴിഞ്ഞ ഒരു സംഭവം പോലെയാണ് ഇവിടെ ഡിക്കിൻസണിന് തോന്നുന്നത്. നമുക്ക് അങ്ങനെയില്ലേ, ചില കാര്യങ്ങളൊക്കെ കുറേ നാൾ മുന്നേ നടന്നതാണെങ്കിലും നമ്മളുടെ മെമ്മറിയിൽ അത് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ.
ഇല്ലേ, ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലെയൊക്കെ നമുക്ക് തോന്നും. ആ ഒരു മാനസികാവസ്ഥ ഇവിടെ ഈ സ്പീക്കർ അവരുടേതായ ഒരു ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ എറ്റേണൽ ലൈഫിൽ എത്തി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാലം മുന്നേ നടന്നത് ഇന്നലെ നടന്ന പോലെയൊക്കെ തോന്നില്ലേ? ദാറ്റ് മീൻസ് അവർ ഒരിക്കലും മരണമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഇമ്മോർട്ടാലിറ്റിയിൽ അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞു എന്നാണ്. ഈ പോയത്തിൻ്റെ ഓവറോൾ തീം ഡെത്ത് തന്നെയാണ് അല്ലേ? നമ്മുടെ ലീവിങ് സൈക്കിളിൽ ജനിച്ചാൽ നമ്മൾ ഒരു ദിവസം മരിക്കും എന്ന ആ ഒരു തോട്ട്, അതൊക്കെയാണ് അല്ലെങ്കിൽ ആ തോട്ടൊക്കെയാണ് ഡെത്തിനെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഡെത്ത് നമ്മൾ എന്തായാലും ഒരു ദിവസം ഡെത്തിൻ്റെ അടുത്ത് നമ്മൾ പോകണം. അതുകൊണ്ട് തന്നെ ഡെത്തിനെ നമ്മൾ ഒരിക്കലും പേടിക്കണ്ട. ഇതൊരു മോർട്ടാലിറ്റി അല്ല, മോർട്ടാലിറ്റിയിൽ നിന്ന് ഇമ്മോർട്ടാലിറ്റിയാണ്. ഡെത്തിനെ ഒരു ഫ്രണ്ടിനെ പോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നറിയാമല്ലോ? സ്പീക്കർ ഉണ്ട്, ഡെത്ത് ഉണ്ട്, ഇമ്മോർട്ടാലിറ്റി ഉണ്ട്, പിന്നെ ചിൽഡ്രൻ ഉണ്ട്. അതൊക്കെയാണ് ഇതിൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. പിന്നെ യൂസ് ചെയ്തേക്കുന്നത് ആലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, പാരഡോക്സ് ഉണ്ട്, പെർസോണിഫിക്കേഷനൊക്കെ ഉണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയുമാണ് പോയത്തിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഞാനൊരു റിവിഷൻ വീഡിയോ പോലെ തന്നെ അപ്ലോഡ് ചെയ്യാം. അതായിരിക്കും കൂടുതൽ യൂസ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാകുമ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ ഇത് HSC എക്സാമിന് മാത്രമല്ല, നമ്മളുടെ PG ചെയ്യുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.